ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ആദ്യമായിട്ടൊരു എന്താ പറയുക, നമ്മുടെ ചാനൽ ഇത്രയും തുടങ്ങിയിട്ട് എന്താണ് പറഞ്ഞു തുടങ്ങണ്ടേ, എങ്ങനെയാ ഞാൻ എന്താ പറയാന്ന് എനിക്ക് ഒരു ഇതായിട്ടിരിക്കുന്നത്. അതല്ല, കയ്യൊക്കെ വറക്കുന്നു. ഞാൻ പ്രഗ്നൻ്റ് ആണ്. ഒരു ശരാശരി പ്രസവ വ്ലോഗിന് അഡിക്റ്റായ ഒരു പ്രേക്ഷകനെ സംബന്ധിച്ച് ഇതൊരു ഏറ്റവും വലിയൊരു സുന്ദര മുഹൂർത്തമാണ്. അവന്റെ മനസ്സിലേക്ക് കുളിര് കോരിയിടുന്നത്, അല്ലെങ്കിൽ നല്ല തണുത്ത ഐസ് ക്യൂബ്സ് എങ്ങനെ എടുത്ത് ഹൃദയത്തിലേക്ക് ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും, അത്തരം ഒരു സുന്ദരമായൊരു ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയാണ് അസ്ലാം മെർലി. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് നമ്മൾ ചെയ്ത ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ദിയ കൃഷ്ണയുടെ പ്രഗ്നൻസിയെ സംബന്ധിച്ചാണ്. അതിനു മുമ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞ വർഷം വന്ന എല്ലാ പ്രഗ്നൻസിയും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഒരു യൂട്യൂബ് പ്രഗ്നൻസി ഗവേഷണ വിദ്യാർത്ഥി എന്ന നിലയിൽ നമ്മളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഒരുപാട് പ്രസവങ്ങൾ നടക്കാറുണ്ട്. ടി ഫാമിലി തൊട്ട് ഈ പറഞ്ഞ എന്താ പറയുക ഡാനി ഡേയ്സ്, ഏതാണ്ട് ഒരു 15-ലധികം പ്രസവങ്ങൾ നടക്കാനുണ്ട്. ആൾക്കാർ ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. അവർക്കൊക്കെ നല്ല രീതിയിലുള്ള ഒരു വ്യൂസും ഉണ്ട്. പൊതുവെ ഏതൊരു യൂട്യൂബ് ചാനലും ആയിക്കോട്ടെ, ഏതൊരു വ്യൂസ് ഇല്ലാത്ത ചാനലും ആയിക്കോട്ടെ, പ്രസവം നടന്നു കഴിഞ്ഞാൽ അവിടെ വലിയൊരു ആൾക്കൂട്ടം ഉണ്ടാവും. അവരെ സപ്പോർട്ട് ചെയ്യാനും ആ ഒരു പ്രസവം കഴിയുന്നവരെ അല്ലെങ്കിൽ അതിനുശേഷവും അവരെ വലിയ രീതിയിൽ താലോലിക്കാൻ വേണ്ടി വലിയൊരു വിഭാഗം ആൾക്കാർ നിൽക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അത് തന്നെയാണ് ഇപ്പോൾ ഈ പല വ്ളോഗർമാരെയും ഒന്ന് പ്രസവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രസവം നിർത്തിയ ആളുകൾ പോലും ഒന്ന് പ്രസവിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി ആളുകൾ വ്ളോഗർമാരായിട്ടും അല്ലാത്തവരും ഉണ്ട്. ഒന്ന് പ്രസവിക്കാൻ വേണ്ടി വ്ളോഗ് തുടങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർ നിരവധി ഉണ്ടെന്നാണ് ഏറ്റവും ഒടുവിലത്തെ ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇനി അസ്ലാം മെർലിയുടെ ഈ ഒരു വാർത്ത കണ്ടപ്പോൾ ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഇനി മുമ്പ് അസ്ലാം മെർലിയെ ട്രോളിക്കൊണ്ടാണ് 1-2 വീഡിയോസ് നമ്മൾ റിയാക്ട് ചെയ്തു. പക്ഷേ ഇത് പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാൽ ഈ ഒരു വിഷയത്തിലേക്ക് എത്തിച്ചത് എന്തുകൊണ്ട് അസ്ലാം മെർലി ഈ ഒരു ഘട്ടത്തിൽ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് 100% നമ്മൾ അഭിനന്ദിക്കേണ്ട ഈ പറഞ്ഞ അംജുക്കെ എന്ന് പറയുന്ന ഈ ഒരു പഹയനാണ്. അതുപോലെ പ്രേക്ഷകർക്ക് ഇതിൽ വലിയൊരു പങ്കുണ്ട്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായി ചാനൽ കാണുന്ന ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനലിന് ചെറിയ ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് തീർച്ചയായും ഒരു കമന്റ് ഒരു ലൈക്ക് അടിക്കുക. എന്നാൽ മാത്രമേ കൂടുതൽ ആൾക്കാരിലോട്ട് പോകത്തുള്ളൂ. 3-4 ദിവസമായിട്ട് പ്രോബ്ലം ഉണ്ട്. സാധാരണ ഗതിയിൽ ഈ പ്രസവ ബ്ലോഗേഴ്സ് ഇങ്ങനെ ഈ പ്രസവം റിവീൽ ചെയ്യുമ്പോഴത്തേന് പൊതുവെ ഒരു വിരക്തിയാണ് തോന്നുന്നത്. പക്ഷേ അസ്ലാം മെർലിയുടെ കാര്യത്തിൽ എനിക്ക് പേഴ്സണലി വലിയ സന്തോഷം തോന്നി. അതിനൊരു പ്രധാന കാരണമുണ്ട്. നമ്മൾ ഫെബ്രുവരി 10-നാണ് ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്, പോസിറ്റീവ് കാണിക്കുന്നത്. പിന്നെ ഇത്രയും ഇങ്ങനെ ഒരു എന്താ പറയുക, കുറച്ച് കഴിയട്ടെ, ഇപ്പോഴൊന്നും പറയണ്ടെന്ന് കേട്ടോ വിചാരിച്ചത്. ഒരു 3 months കഴിഞ്ഞിട്ട് പറയാമെന്നാണ് വിചാരിച്ചത്. എല്ലാവരും അതാണല്ലോ പറയാറ്, 3 months കഴിഞ്ഞിട്ട് ഇതാക്കാന്ന്. പക്ഷെ ഞാൻ ആലോചിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്ന നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ശരിക്കും മനസ്സുകൊണ്ട് എന്നെ ഒരു ഫാമിലി ആയിട്ട് കണ്ട് എന്നെപ്പോലെ തന്നെ എന്താ പറയുക കാത്തിരിക്കുന്ന കുറേ പേരുണ്ടായിരുന്നു. ശരിക്കും ആത്മാർത്ഥമായിട്ട് ഞാനിങ്ങനെ ഒരു ഹാപ്പി ന്യൂസ് പറയണത്. അപ്പം ഞാൻ ഏറ്റവും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ നിമിഷം. അപ്പം ഞാൻ എന്തുകൊണ്ട് എൻ്റെ എല്ലാ വിശേഷങ്ങളും ഞാൻ അറിയിക്കുന്നത്, അപ്പം ഇതെല്ലാം ഞാൻ അറിയിക്കേണ്ടത്. ആദ്യം തന്നെ പറയട്ടെ, സാധാരണഗതിയിൽ അസ്ലയുടെ കഴിഞ്ഞ റീസെൻ്റ്ലി കണ്ടുവന്ന വീഡിയോയിൽ നിന്ന് വളരെ ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ കൂളായിരിക്കുന്നു. ആൾക്കൊരു പക്ഷേ വലിയ രീതിയിലുള്ള ഡിപ്രഷൻ ഈ പറഞ്ഞ പ്രഗ്നൻ്റ് ആവാത്തതുകൊണ്ട് ഉണ്ടായിരുന്നിരിക്കാം. അതിൻ്റെ പ്രധാന കാരണം ഈ പറഞ്ഞ കമൻറ്റുകൾ തന്നെയാണെന്ന് അസ്ലാം മെർലി തന്നെ ഒരു Q&Aയിൽ പറയുന്നുണ്ട്. എനിവേ ധാരാളം ആളുകൾ ഇങ്ങനെ കമൻറ്റ് ചെയ്ത് ചോദിച്ചെന്ന് മാത്രമല്ല, അസ്ലാം മെർലി പങ്കുവച്ച ആ ഒരു സുപ്രധാന വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്തതാണ്. ആ വീഡിയോയിലെ ചില പ്രസക്ത ഭാഗങ്ങൾ കണ്ടപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഏതൊരു മനുഷ്യനും ഈ കുട്ടി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചിന്തിക്കാത്തവരുണ്ടാവില്ല. നിങ്ങൾക്ക് തോന്നും ലോകത്ത് ആദ്യത്തെ ആളാണോ പ്രഗ്നൻ്റ് ആയത്? ഞാൻ ആദ്യമായിട്ട് പ്രഗ്നൻ്റ് ആവുന്നത്. അപ്പോൾ ഞാൻ അത്രയും ഞാൻ ആഗ്രഹിച്ച് ഇതാവുന്നതാണ് അല്ലേ, അത്രയും ആഗ്രഹിച്ച് ഇതാക്കുന്നതാണ്. ഞാൻ പല വീഡിയോസിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു അമ്മ ആവാൻ എന്നുള്ള സാധനം തന്നെ എന്നെ സംബന്ധിച്ചൊരു വലിയൊരു ഇതായിട്ട് ഞാൻ കാണുന്നത്. ആക്ച്വലി ഈ ഒരു വിഷയത്തിൽ അസ്ലയെ സംബന്ധിച്ച് മാത്രമല്ല, എന്നെ സംബന്ധിച്ച് ഒരുപക്ഷെ വലിയൊരു വിഭാഗം ഇവരുടെ സബ്സ്ക്രൈബേഴ്സായിട്ടല്ലാത്ത അല്ലാത്ത പ്രേക്ഷകരെ സംബന്ധിച്ച് വലിയൊരു സന്തോഷകരമായ കാര്യം തന്നെയാണ്. ഇതിൻ്റെ പ്രധാന കാരണം അന്നത്തെ വീഡിയോയിൽ അസ്ല പറഞ്ഞ ചില ഭയപ്പെടുത്തുന്ന വാക്കുകൾ പറയുന്നത്, നമ്മുടെ സെക്സ് എഡ്യൂക്കേഷനിൽ കുറച്ചും കൂടി ഡീപ്പർ ലെവലിലോട്ട് നമുക്ക് റേഞ്ച് മാറ്റി പിടിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഇന്നത്തെ എല്ലാ പല വെറൈറ്റീസ് സെക്സ് ടോയ്സ് അവൈലബിൾ ആണ്. പലത് ഇതെന്ന് പറയുന്നത് മെയിനായിട്ട് ക്ലീറ്റോറിസ് സ്റ്റിമുലേറ്റ് ചെയ്യാനാണ് ഈ ഒരു ഇതെന്ന് പറയുന്നത്. വേറെയും നമുക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള ടൈപ്പ് ഉണ്ട്, ബട്ടിനുള്ളതുണ്ട്, അങ്ങനെ പലതും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഞാൻ വേറെയും പുതിയത് കാണിച്ചു തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി.
ആക്ച്വലി അന്ന് ആ വീഡിയോയുടെ കമന്റ് ബോക്സ് അസ്ല ഓഫ് ചെയ്ത് വെച്ചേക്കായിരുന്നു. നമ്മൾ റിയാക്ഷൻ ചെയ്തപ്പോൾ ഒരുപാട് പേര് റിയാക്ഷൻ ചെയ്തപ്പോൾ അവിടെ കമന്റ് ബോക്സ് ഓൺ ആയിരുന്നു. അവിടെ കമന്റ് ബോക്സിൽ വന്ന 99% അസ്ല വിരുദ്ധ കമന്റുകളായിരുന്നു. കുറേ പേര് അസ്ലയെ സപ്പോർട്ട് ചെയ്തും വന്നിട്ടുണ്ട്. അതായത് അതിലെന്താണ് തെറ്റ്, ഇപ്പോൾ ഇതെല്ലാവരും ചെയ്യുന്നതല്ലേ എന്നൊക്കെ ചോദിച്ച ആൾക്കാർ വന്നിട്ടുണ്ട്. വസന്തങ്ങളായിട്ടുള്ള ആൾക്കാരാണ് ഇനി വിമർശിക്കുന്നതെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതിന്റെ ഉത്തരം ഞാൻ തരാം. ഇനി കഴിഞ്ഞ വർഷം ആദ്യം അസ്ല ഈ പറഞ്ഞ ടോയ്സ് ഉപയോഗിക്കണം, ടോയ്സ് ഈ പറഞ്ഞ ഭർത്താവ് ഭഗയന്മാരെ കാട്ടിയും വലിയ സ്പീഡാന്നുള്ള രീതിയിൽ ഒരു വീഡിയോ പങ്കുവെക്കുന്നു. അതിനുശേഷം പിറ്റേ ആഴ്ച എന്ന് പറയുന്നത് ഈ സ്വയംഭോഗ മഹാപാപമാണ്, അത് ചെയ്യുന്നവർ മൃഗമായി മാറുമെന്നൊക്കെയുള്ള മറ്റൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു. എവിടെയും ഒരു സ്ഥിരതയില്ലാത്തൊരവസ്ഥയിലൂടെയായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി അസ്ല കടന്നുപോയത്. പക്ഷേ ഈ ഒരു നിമിഷത്തിൽ അസ്ലയെ കാണുമ്പോൾ തോന്നുന്നത് എല്ലാത്തിൽ നിന്നും വിട്ട്. അസ്ല എന്ന ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, ഇനി ഇതുമായി ബന്ധപ്പെട്ട പ്രഗ്നൻസി റിവീൽ ചെയ്യുന്ന വീഡിയോകളാണ് കൂടുതലും ഞാൻ പങ്കുവെക്കാൻ പോകുന്നത്. പറഞ്ഞ ടോയ്സിന്റെ വെപ്പൺസിന്റെ ഒന്നും വീഡിയോ ഇനി ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇത് തന്നെയാണ് ഒരുപക്ഷെ ഞാൻ അടക്കമുള്ള ആളുകൾ ആഗ്രഹിച്ചത്. കാരണം ഈ ഒരു പെങ്കൊച്ചിന് കുറച്ച് മെച്യൂരിറ്റി ആയി കഴിഞ്ഞാൽ, ഒരു അമ്മയായി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു പക്വതയൊക്കെ വന്നിട്ട് ഇത്തരം പേക്കൂത്തുകൾ കണ്ടന്റാക്കി ഇടുന്നത് കുറയ്ക്കുമെന്ന് പൊതുവെ എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. സോ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ആളുകൾ, അതായത് ഈ ടോയ് വീഡിയോ പങ്കുവെച്ച നല്ലതാണെന്ന് പറഞ്ഞ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഇന്ത്യയിൽ ഈ പറയുന്ന ടോയ് പരസ്യമായി വിൽക്കാൻ പോലുള്ള അനുമതി ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അത്തരം ഒരു സാധനം ഈ പബ്ലിക്കായിട്ട് യൂട്യൂബിൽ ഇട്ട് വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികളടക്കം ചോറുണ്ണാൻ പോലും റീൽസ് കാണുന്ന കൊച്ചു കുട്ടികളടക്കം ഉണ്ട്. അപ്പോൾ അവരടക്കം ഇത് കാണുവാണ്. ഇത്തരം വീഡിയോ കാണേണ്ടവർക്ക്, താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇത് പ്രൈവറ്റ് വീഡിയോ ആയിട്ട് ജോയിൻ ചെയ്യുന്ന വീഡിയോ ആയിട്ട് വേണമെങ്കിൽ കാണിക്കാം. അങ്ങനെയൊക്കെയുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതൊക്കെ ഉണ്ടെന്നിരിക്കെ ഈ രീതിയിലുള്ള വീഡിയോസ് പബ്ലിക്കായിട്ട് ഇട്ട് കൊടുക്കുന്നതിനോട് നമുക്ക് വലിയ യോജിപ്പില്ല. ഈ ഒരു പ്രഗ്നൻസിയോട് കൂടി അസ്ല മർലി അതിൽ നിന്നും വിട്ടുമാറുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ആദ്യം തന്നെ ഈ അംജുക്ക എന്ന് പറയുന്ന ഈ പഹയനോട് വലിയൊരു പെരുത്ത നന്ദി താങ്കളോട് പറയാനുണ്ട്. താങ്കളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അന്ന് ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഒരു പ്രഗത്ഭനായ ഒരു വ്യക്തി, എന്നെ പരിചയമുള്ള ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, ഈ പെങ്കൊച്ച് എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്ന് വെച്ചൊരു മെസ്സേജ് പുള്ളി ഇങ്ങനെ അയച്ചിരുന്നു. പലരും ആ വീഡിയോ കണ്ടപ്പോഴത്തേന് ഇനിയും ഇത്തരം വീഡിയോകൾ, അതായത് ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഇനി എന്താ പട്ടക്സിനൊക്കെ വരുന്നുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. സോ അത്തരം വീഡിയോസ് ഒക്കെ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ പഹയന്മാരുടെയും പഹയത്തികളുടെയൊക്കെ അവസ്ഥ എന്താകുമായിരിക്കുമെന്ന് പലരും വറീഡായിരുന്നു. അതിനൊരു ശമനം ഉണ്ടാക്കി തന്നത് ഈ അംജുക്കയെ എത്ര അഭിനന്ദിച്ചാലും മതിയാവത്തില്ല. അംജുക്കാക്കും ഭയങ്കര റിയാക്ഷൻ. ആ വീഡിയോ ഒക്കെ ഞാൻ ഇടാം കേട്ടോ, ഞാൻ റിവീൽ ചെയ്യുന്ന ആ വീഡിയോ ഞാൻ ഇടാം. അംജുക്കാക്ക് പിന്നെയെന്ന് വെച്ചാൽ ഞാനിവിടെ ദുബായിലാണ്, അംജുക്ക UK എന്നിട്ടാണ് ഈ കാര്യം അറിഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവില്ലേ, ദൂരെ നിന്നിട്ടുള്ള ഒരു സംഭവം എന്നുള്ള അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അതൊരു ഇതായിരുന്നു. അപ്പോൾ എന്താ പറയുക, അങ്ങനെ മൊത്തത്തിൽ ഇതൊക്കെ ആയി ഒരു ഷോക്ക് കിട്ടുമോ. അപ്പോൾ പിന്നെ ഡോക്ടറിനെ കാണിച്ചാലേ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കൊരു പേടി, എനിക്ക് ടെൻഷൻ. ഞാനപ്പോൾ പറഞ്ഞില്ല, ഒരാഴ്ച കഴിഞ്ഞിട്ട് ഡോക്ടറിനെ കണ്ടാൽ മതി, 1 വീക്ക് കഴിഞ്ഞിട്ട് ഡോക്ടറിനെ കണ്ടാൽ മതി, ഇപ്പോൾ ഡോക്ടറിനെ കാണണ്ടെന്ന് എനിക്കൊരു വാശിക്ക് പേടിയായിട്ടാണ്. ഞാൻ എങ്ങാനും ബ്ലഡ് ടെസ്റ്റിൽ ഇനി പോസിറ്റീവ് അല്ല എന്ന് പറയുമോ എന്നൊക്കെ ഉള്ളൊരു പേടി. ഇപ്പോൾ ഇത്രയും സന്തോഷിച്ചിരിക്കുമല്ലേ. അപ്പോൾ അങ്ങനെ മേടിക്കുമ്പോഴാണ് ദുബായിൽ നിന്നൊരു പിങ്ക് ഡൈ ഇവിടുത്തെ ഒരു സംഭവം മേടിക്കുന്നത്. ഇത് മേടിച്ച് നോക്കിയിട്ട് ഞാൻ പോസിറ്റീവ് ആണല്ലോ, ഇപ്പം നോക്കി കഴിഞ്ഞപ്പോൾ ഇതിൽ നെഗറ്റീവാണ് കാണിച്ചത്. ഇതിലിങ്ങനെ ഒരു ലൈൻ വന്നില്ല. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇതിലൊരു ലൈൻ ഉണ്ട്, ഈ ലൈൻ വന്നില്ല. എൻ്റെ നെഞ്ച് തകർന്നു പോയി. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ സാധനങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത്, അതായത് നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ അല്ലാതെ പ്രൈവറ്റ് ആയിട്ട് കിട്ടുന്ന ഈ വലിയ വില കൊടുത്ത് കൊടുക്കുന്ന ഈ സാധനങ്ങളെല്ലാം ആൾക്കാരെ കളിപ്പിക്കാൻ വേണ്ടി ഇറക്കുന്നതാണെന്ന് എനിക്ക് സംശയമുണ്ട്. പ്രധാനമായി ഈ പറഞ്ഞ വ്ളോഗർമാരെ ഉദ്ദേശിച്ചാണ് ഈ ഒരു സാധനം ഇറക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വ്ളോഗർമാരാണ്, അവരാണ് ഏറ്റവും കൂടുതൽ ഇതിനെ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് ആ ഹിമാറുകളെ പറ്റിക്കാൻ ചിലപ്പോൾ 3 ലൈൻ വരും, ചിലപ്പോൾ 4 ലൈൻ വരും. പ്രഗ്നന്റ് അല്ലാത്തവർക്ക് ലൈൻ കൊടുക്കും, പ്രഗ്നന്റ് ആയവർക്ക് ലൈൻ കൊടുക്കില്ല. അങ്ങനെയുള്ള ചില ഉടായ്പകൾ ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ടോ എന്ന് അന്വേഷണം വിധേയമാക്കേണ്ടതുണ്ട്. വേറെ ചെറിയ കുഞ്ഞൊരു ഇടയ്ക്കൊരു വേദന വരും, പോവും, അങ്ങനെയൊക്കെ ഒരു ഇത്. എൻ്റെ ഫസ്റ്റ് സ്കാൻഡ് വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ ഈ കറക്റ്റ് ഞാൻ ഓരോന്നും പറയുന്നുണ്ട്, എൻ്റെ ഫസ്റ്റ് സ്കാൻ ചെയ്യാൻ പോയതും അതും ഇതൊക്കെ. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് ഇത് എന്നെ സ്നേഹിക്കുന്ന പലർക്കും എന്നെ പോലെ തന്നെ, എൻ്റെ വീട്ടുകാരെ പോലെയൊക്കെ തന്നെ ഭയങ്കര ഹാപ്പിയായിട്ട്. പിന്നെ എന്താ പറയുക, ഇൻഷാല്ലാ അംജുക്ക എപ്പോഴാണെന്ന് അറിയില്ല, കാരണം എന്നോട് ട്രാവൽ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, 3 months ട്രാവൽ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എപ്പോഴാണ്, കാരണം പെട്ടെന്ന് ഇതൊന്നും വിചാരിക്കാത്തതാണല്ലോ. അപ്പോൾ ലീവ് കിട്ടുമോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല. എനിക്കെന്തായാലും UK ഇനി 3 months കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ. ഇനി കാര്യം എന്തൊക്കെയായാലും ഇനി അങ്ങോട്ട് ഈ പറഞ്ഞ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട വീഡിയോസാണ് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നതെന്നാണ് അസ്ല തന്നെ പറയുന്നത്. വലിയ സന്തോഷമുണ്ട്, വലിയ ഉപകാരമുണ്ട്. ഇതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതായത് ഈ കുട്ടി ഏറ്റവും അധികം ദുഃഖിച്ചത് പ്രഗ്നന്റ് ആകുന്നില്ല എന്നുള്ളൊരു ചീത്തപ്പേരുകൊണ്ടാണെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അതുപോലെ തന്നെ ഈ ഹസ്ബൻഡ് എന്ന് പറയുന്ന ഈ ഒരു പഹയൻ, ഓനെ ഏറ്റവും മക്കാറാക്കുന്ന രീതിയിലുള്ള കമന്റുകളാണ് കഴിഞ്ഞ വീഡിയോസിനൊക്കെ വന്നിരിക്കുന്നത്. അതായത് ഓന്റെ കഴിവുകേട് കൊണ്ടാണ്, അല്ലെങ്കിൽ ആർക്കാണ് പ്രശ്നം, ഓൻ എന്താണ് അവിടെ ചെയ്യുന്നത്, ഓനുള്ളപ്പോൾ എന്തിനാണ് ഈ ടോയ്സ് വാങ്ങുന്നത് എന്നൊക്കെയുള്ള ഒരുപാട് കമന്റുകൾ, ഓനെ കടുത്ത രീതിയിൽ
അവഹേളിക്കുന്ന മക്കാറാക്കുന്നവനെ മാനസിക സംഘർഷത്തിലേക്ക് തള്ളിയിടുന്ന കമന്റുകളാണ് കഴിഞ്ഞ വീഡിയോ വന്നത്. കമന്റ് അടിച്ചവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഈ ഒരു പകയത്ത് ഈ പറഞ്ഞ ടോയ്സും വെപ്പൺസും ഒക്കെ ആയി വരുമ്പോൾ ആരും അത്തരം കമന്റ് അടിച്ചു. സോ അതിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. സോ ആ കമന്റുകളൊക്കെ കണ്ടപ്പോൾ ഈ പറഞ്ഞ അംജക്ക എന്ന് പറയുന്ന ഈ ഒരു പകയന് താൻ എന്തെങ്കിലുമൊക്കെയാണ് അല്ലെങ്കിൽ തന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ സാധിക്കുമെന്ന് തെളിയിച്ചു കൊടുക്കേണ്ടുന്ന വലിയൊരു ബാധ്യത വരുന്നു. സോ അദ്ദേഹം അത് തെളിയിച്ചു കൊടുത്ത് തീർച്ചയായും അതിന് വലിയൊരു കയ്യടി കൊടുക്കാം. പ്രസവ വ്ലോഗിന് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമല്ല ഈ ഒരു പ്രഗ്നൻസി റിവീൽ ചെയ്യുന്ന ഈ ഒരു വീഡിയോ സന്തോഷകരമായിരിക്കുന്നത്. ഒരുപക്ഷെ സാമൂഹിക നന്മ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ പറഞ്ഞ ഈ ഒരു പ്രഗ്നൻസി റിവീലിംഗ് വീഡിയോ സന്തോഷകരം തന്നെയാണ്. അതുപോലെ തന്നെ പ്രസവ വ്ലോഗിന് അഡിക്റ്റ് ആയുള്ള ആളുകളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ ഇനി അങ്ങോട്ട് 9 മാസം ഇവിടെ അങ്ങ് കൂടുക, അത്രയും അധികം സന്തോഷകരമായ ഒരു വാർത്തയാണ് അസ്ല പങ്കുവച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇവിടെ എതിരാളിയായിട്ടൊക്കെ നിൽക്കുന്ന ചില ആളുകൾക്ക് ഇത് കാണുമ്പോൾ വലിയ മാനസിക സംഘർഷം ഉണ്ടായേക്കാം. ഒരുപക്ഷെ അവരൊക്കെ ഈ പറഞ്ഞ ഫ്രണ്ട്ഷിപ്പിന്റെ വലിയൊരു കൊടുമുടി താണ്ടുന്നവരായതുകൊണ്ട് ഒരുപക്ഷെ ഇത്തരം ചിന്താഗതികളൊന്നും അവർക്ക് ഉണ്ടാവാൻ വഴിയില്ല. എനിവേ അത് അവരുടെ ഇഷ്ടം, നമുക്കത് ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല. ഈ ഒരു അസ്ലയുടെ പ്രഗ്നൻസി റിവീലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. എന്തുകൊണ്ടാണ് അസ്ലയുടെ ഈ ഒരു പ്രഗ്നൻസി റിവീലിംഗിൽ നിങ്ങൾ ഇത്രയും അധികം സന്തോഷിക്കുന്നത് എന്നുള്ളത് തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.